ക്രിസ്തുവിൻ പ്രകാശം. ദൈവത്തിനു സ്തോത്രം. ക്രിസ്തുവിൻ പ്രകാശം. ദൈവത്തിനു സ്തോത്രം. തുല്ലസിക്കട്ടെ, ആനന്ദത്തിര ആൺുയരട്ടെ, മോദം തിങ്ങിന ദിവ്യ കർമ്മങ്ങൾ കാന്തി കന്തളം മഞ്ഞിനേകട്ടെ. ദിവ്യ മഹോന്നത കാഹളമോടെ എങ്ങും വിജയം വിളംബരം ചെയ്ത് വിണ്ണവരാജന്റെ ഭേരി ഉയർന്ന് മണ്ണിനു രക്ഷയുറപ്പായിടട്ടെ. സമൃദ്ധമാം കാന്തി സരിത്തിൽ നീന്തി നീ സന്തുഷ്ടയാവുക ഭൂമി. നിത്യന ഭൂവന്റെ തേജസ്സു ചിന്തി ഭാസുര ഭംഗി കലർന്നു നീ മിന്നി. ഭൂമിയെ ചൂഴ്ന്നിടും കോരിരുളാതെ മാഞ്ഞുപോയി ദീപ്തിയിലൊന്നൊഴിയാതെ ഇമ്മഹാദീപത്തിൻ മഞ്ജു നീലാവിൽ സമ്മോദം കൊള്ളുക സഭാംബിക മേന്മേൽ. അന്ധകാരത്തിൻ ഇരുൾമറ നീങ്ങി പൊൻപ്രഭ ഭാസുര ദീപ്തി പൊഴിക്കെ ദിവ്യ സഭാംബിക ഹർഷാരവത്താൽ ആഹ്ലാദ തുന്തിലയാകട്ടെ മേന്മേൽ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയോടും കൂടെ. ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ശക്തനദൃശ്യൻ ദൈവവുമാ നിത്യപിതാവിനും അവിടുത്തെ പുൻസുതനേശു ക്രിസ്തുവിനും നിത്യനമസ്തുതി ചെയ്യുക നാം. ഹൃദയം നിറയുമൊരിമ്പമോടും അകതളിരിൽ നൽ സ്നേഹമോടും മധുരവചസ്സാൽ വാഴ്ത്തിടുക ഉചിതവും അപ്പോൾ യുക്തവുമാ. ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തന്റെ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും അവിടുത്തെ തിരുരക്തത്താൽ വിശ്വാസികളുടെ വീടുകളെ ശുദ്ധീകരണം ചെയ്യുന്ന നൽപെസഹ തിരുനാളിതു താൻ. പൂർവന്മാരാം ഇസ്രായേൽ മക്കളെ വിടുവിച്ചീജിപ്തിൽ അടിമത്വം വിട്ടെഴുന്നേൽക്കാൻ കഴിവോരാക്കിയ രാത്രിയുമേ. കാൽനനയാതങ്ങവരെല്ലാം ചെങ്കടൽ തരണം ചെയ്തിടാൻ കാരണമാക്കിയ രാവിതു താൻ മഞ്ജുള കാന്തി എഴുന്നതുമേ. പാപത്തിമിരം ദുർഗുണവും ക്രിസ്തീയരിൽ നിന്നൊഴിവാക്കി ദൈവവരാർപ്പണമേകുകയും
ശുദ്ധിയുമായി ബന്ധിക്കുകയും തീത്തൂണിനുടെ ദീപ്തിയിനാൽ പാപക്കൂരിരുൾ നീക്കുകയും ചെയ്തൊരു മുക്തമഹോന്നതമാം രാത്രമതാണീ വേളയിതും. മൃത്യുവതിന്റെ വിലങ്ങുകളെ തച്ചു തകർത്തു പരമ്പൊരുളാം ക്രിസ്തു ഉയർത്തൊരു രാത്രിയിലെ നിസ്തുല മോഹനമായതു താൻ. രക്ഷയതില്ലായിരുന്നുവെങ്കിൽ നിഷ്ഫലമായനെ ജന്മം പോലും. ഞങ്ങളോടുള്ള വാത്സല്യമോർത്താൽ വർണ്ണനാഗീത സമുദ്രതുല്യം. എത്രയുയർന്ന കൃപാതിരേകം ഭാവനാതീതമാ സ്നേഹശീലം. നീചനാമേഴയെ വീണ്ടുകൊള്ളുവാൻ സൂനുവേയങ്ങു ബലി കഴിച്ചു. ക്രിസ്തുവിൻ മൃത്യുവാൽ ഭഗ്നമായി ആദത്തിൻ പാപങ്ങളാകമാനം. രക്ഷകൻ കോവിൽ പിറക്കുവാനായി ആവശ്യമായി വന്നു പാപമപ്പോൾ. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഈരാഴ്ച നീ അധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിടുന്നു. പാപം കഴുകിക്കളഞ്ഞിടുന്നു, കേഴുവോർക്കാശ്വാസമേകിടുന്നു. ദുഷ്ടരെ നിർമ്മലരാക്കിയിടുന്നു, ഭൂസ്വർഗമേളന വേളയിതാ. മർത്യൻ ദൈവത്തിങ്കലൊന്നു ചേരും, മുക്തനിശയുമിതൊന്നു തന്നെ. തിരുസഭയിരാവിൽ നന്ദി പൂർവം തിരുമുൻപിൽ കാഴ്ചയണച്ചിടുന്നു. മഹിതമിസായാത്ത ദീപയജ്ഞം കരുണയാൽ സ്വീകരിക്കണമേ നീ. പരമവിശുദ്ധനാം സ്വർഗദാതാ അരുളണേ ആശിസ്സനുഗ്രഹങ്ങൾ. മലരിൽ നിന്നീച്ചകൾ ശേഖരിച്ച മെഴുകിത നൽകുന്നു ചേവടിയിൽ. സഭയിലെ വൈദികരാലേറ്റം വഴിപോൾ വിശിഷ്ട നിവേദ്യമായി. അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി മുന്നാതെ കൂരിരുൾ നീക്കിടട്ടെ. എല്ലാവരും ചേർന്ന് പാടാം. എല്ലാവരും കൂരിരുൾ നീക്കിടട്ടെ. എല്ലാവരും കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി മുന്നാതെ കൂരിരുൾ നീക്കിടട്ടെ. മുന്നാതെ കൂരിരുൾ നീക്കിടട്ടെ. നറുമണം പാറുന്ന യാഗമായിന്നിത് കരുതി നീ കൈക്കൊള്ളാൻ കനിയണമേ. അനുവദിക്കേണമ ജോവിൻ വിളക്കുമായി മിളിതമാനിതിൻ കാന്തിയൊന്നായി. കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ,
അവിടത്തെ നാമമഹത്വത്തിനാൽ ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി ഒന്നാതെ കൂരിരുൾ നീക്കിടട്ടെ മങ്ങാതെ കൂരി ഇതു മഹിതോജ്വല ശോഭ ചൊരിയട്ടെ പുലർതാരമായതും കണ്ടിടട്ടെ പാതാളത്തീന്നും മടങ്ങിയ സ്ഥാചലം കാണാതെ മാനവ വംശത്തിന്മേൽ കർത്താവേ കാത്തിരിപ്പൂ ഞങ്ങൾ ഇവിടുത്തെ നാമമഹത്വത്തിനാൽ സ്വീകരിച്ചു ഈശ്വരി കൈത്തിരി ഒന്നാതെ കൂരിരുൾ നീക്കിടട്ടെ എല്ലാവരും ആതെ കൂരിരുൾ നീക്കിടട്ടെ അക്ഷയജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയ സുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടത്തെ നാമമഹത്വത്തിനാൽ ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊന്നാതെ കൂരിരുൾ നീക്കിടട്ടെ മുന്നാതെ കൂരിരുൾ നീക്കിടട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ഇന്ന് രാത്രി പിറവി തിരുനാളിന് തയ്യാറാവുകയാണ് നമ്മൾ. പല സ്ഥലത്തും രാത്രി ആരംഭിച്ച് കഴിഞ്ഞ് കാണും. ഈ പിറവി തിരുനാളല്ല, ഉയർപ്പ് തിരുനാൾ. ക്ഷമിക്കണം. അങ്ങനെ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഉയർപ്പ് തിരുനാൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, വിശ്വാസം എന്ന് പറയുന്നത്, മരിക്കുന്നതിന് മുൻപ് തന്നെ ഈശോ പറഞ്ഞു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ആർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അതാണ് വിശ്വാസത്തിൻ്റെ ഒരവസ്ഥ. ആർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ മാത്രം അത് വിശ്വസിച്ചു. അതുകൊണ്ട് അമ്മ വിശ്വസിക്കാൻ കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിതാരംഭത്തിൽ തന്നെ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഈ വിശ്വാസം അമ്മയിലേക്ക് പകർന്നിരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ വിശദമാക്കുന്നില്ല. ഇനി നമ്മൾ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാം, ധ്യാനിക്കാം, എങ്ങനെ വിശ്വാസത്തിൽ വളരാമെന്ന്. ഇപ്പോൾ നമ്മൾ വേഗം മുന്നോട്ട് പോവുകയാണ്. കാരണം ഇന്ന് നമ്മൾ ഈ ഉയർപ്പ് ജാഗരണത്തിനെ മുഴുവൻ അവസാനിപ്പിക്കണം. കാരണം ഇന്ന് നമുക്ക് ജാഗരണത്തിൽ പങ്കുചേരാനുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠകം 6-ാം പാഠകം കഴിഞ്ഞു. വിശുദ്ധ ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എസെക്കിയേലിൻ്റെ വായനയാണ്. ആ 6-ാം പാഠകത്തിൻ്റെ പ്രാർത്ഥന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. 6-ാം പാഠകം ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പ്രധാനമായ രഹസ്യമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അവർ തിരസ്കരിച്ചു. അതാണ് ഇന്നും ലോകത്തിലുള്ള ഒരു അവസ്ഥ. ദൈവത്തെയും ദൈവം നൽകുന്ന ചിന്തയെയും
തിരസ്കരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കും ആ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും മാനുഷികമായ രീതിയിൽ ചിന്തിക്കുന്നു. ഈശോ പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ പിന്നാലെ പോവുക. എന്താണ് പത്രോസിലുണ്ടായിരുന്ന സാത്താൻ? സാത്താൻ ഇതായിരുന്നു. ഈശോ തന്നെ പറയാണ്, നിന്റെ ചിന്ത മാനുഷികമാണ്. പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരെ പോലെ ചിന്തിക്കണ്ടേ? ഇതായിരിക്കും നമ്മുടെ യുക്തി. ഇല്ല, നമ്മൾ സാധാരണ മനുഷ്യരല്ല, നമ്മൾ ദൈവമക്കളാണ്. ദൈവത്തെ പോലെ ചിന്തിക്കാൻ വേണ്ടിയുള്ള ജ്ഞാനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ജ്ഞാനസ്നാനം. അതിലേക്ക് നമ്മൾ വരുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവമക്കളാകുകയും മറ്റൊരു ക്രിസ്തു ആയിത്തീരുകയും ചെയ്ത നമുക്ക് ക്രിസ്തുവിൻ്റെ ചിന്തയായിരിക്കണം. ഈ ഉയർപ്പ് തിരുനാളിൽ നമ്മളിലുള്ള മാനുഷികതയെ പൂർണ്ണമായിട്ട് അടിയറ വെച്ചുകൊണ്ട് നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ ചിന്തയിലേക്ക് വരാം. അതിനുവേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. അതാണ് ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അവർ ദൈവത്തിൻ്റെ ചിന്തയെ, ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തിരസ്കരിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ ജനം വീണ്ടും അടിമത്തത്തിലേക്ക് പോയി. അവിടെ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് അടുത്ത എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജനതകളെ വിളിച്ചുകൊണ്ട് അങ്ങേ സഭയെ എപ്പോഴും വർദ്ധമാനമാക്കുന്നുവല്ലോ. ജ്ഞാനസ്നാന ജലത്താൽ കഴുകി നിർമ്മലരായവരെ നിരന്തര സംരക്ഷണത്താൽ ദയാപൂർവം പരിപാലിക്കാൻ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. ഇനി നമ്മൾ 7-ാം പാഠകത്തിലേക്ക് പ്രവേശിക്കുന്നു. എസെക്കിയേൽ പ്രവചനത്തിൽ 36-ാം അധ്യായം 16 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. എസെക്കിയേൽ 36. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ്. എസെക്കിയേൽ 36. ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ജനം നിശ്ചയിച്ചിരിക്കുന്നു, ഞങ്ങളെ ഇനി ദൈവത്തിന് രക്ഷിക്കാൻ കഴിയില്ല. മാത്രമല്ല, അവർ എല്ലാ തരത്തിലുള്ള തിന്മകളിലും അടിമപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവനുമുള്ളവർ ഇസ്രായേലിനെ കണ്ടിട്ട് ദൈവത്തെ തന്നെ, ഇതാണോ ഈ ദൈവത്തിൻ്റെ ജനം? എന്താണ് ഇവർ ചെയ്യുന്നത്? ഇതാണോ ദൈവജനം? ഇവരുടെ ദൈവം എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ വിട്ടു എന്ന് ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ദൈവത്തിന് തോന്നിയത്, ഇങ്ങനെ ചെയ്താൽ പോരാ. ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ അവർ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നാമത്തെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഇവരെ രക്ഷിക്കണം. അതാണ് എസെക്കിയേൽ 36 നാം വായിക്കുന്നത്. എസെക്കിയേൽ 36, 16 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവൃത്തികളാലും അതിനെ അശുദ്ധമാക്കി. തൻ്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു. അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു. ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു. അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു. അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു. എന്നാൽ അവർ ജനതകളുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയിടത്തെല്ലാം ഇവരാണ് കർത്താവിൻ്റെ ജനം,
എന്നിട്ടും അവിടുത്തെ ദേശത്ത് നിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെ പറ്റി പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കി. തങ്ങൾ എത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതി ഞാൻ ആകുലനായി. ശ്രദ്ധിക്കണം, ഇനിയാണ് കർത്താവ് ഒരു തിരിച്ചുവരവ് നടത്തുന്നത്. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. ഞാൻ തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. അതാണ് സങ്കീർത്തനം പാടുന്നത്. ചിതറിയ ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ ശ്രീ നഗരീതാ കരുണാവാരിധി അവനല്ലോ. കണ്ടോ, ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയമെടുത്ത് മാറ്റി മാംസല ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാക്കുകയും ആക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങളുടെ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന്. ഓക്കെ, ഇത്രയും മതി. ഇതാണ് ഇവിടെ അവസാനിച്ചു. 28 വരെയാണ്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇനി ഇതിൻ്റെ സങ്കീർത്തന ഭാഗമാണ്. 3 ഓപ്ഷനുകളുണ്ട് ഇതിൻ്റെ സങ്കീർത്തനത്തിന്. ഇവിടെ പറയുന്നത് മാമോദീസ ആർത്ഥികളുണ്ട്. മാമോദീസ നടക്കുന്നുണ്ടെങ്കിൽ 42-ാം സങ്കീർത്തനമാണ്. മാമോദീസാർത്ഥികൾ, മാമോദീസയ്ക്ക് ഉള്ള ഒരുക്കമായിട്ടുള്ള സങ്കീർത്തനമാണ് നീർച്ചാൽ തേടുന്ന മാൻപേളയെ പോലെ എന്നുള്ളത്. ഇനി മാമോദീസാർത്ഥികൾ ഇല്ലെങ്കിൽ സങ്കീർത്തനം
സങ്കീർത്തനത്തിന് പകരം അല്ലെങ്കിൽ നമുക്ക് ആ സങ്കീർത്തനം തന്നെ എടുക്കാം. നമുക്ക് 42-ാം സങ്കീർത്തനം പ്രതിവചന സങ്കീർത്തനമായിട്ട് എടുക്കാം. 42. നീച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക? രാപകൽ കണ്ണീരൻ്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവം എന്നോരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ഇത് ഇസ്രായേലിൻ്റെ ഒരവസ്ഥയാണ്. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു. ആഹ്ലാദാരവവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു. ജനമാർത്തുല്ലസിച്ചു. ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാനിതെല്ലാം ഓർക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു. അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസാർ മലയിലും വെച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കുന്നു. ഇനിയാണ് വളരെ പ്രത്യേകമായ ഈ സങ്കീർത്തനത്തിൻ്റെ ഭാഗം. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു. അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു. അതാണ് ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഇതാണ് ദൈവത്തെ അനുഭവിക്കുന്നതിന് ദൈവം തന്നെ നമ്മുടെ ആത്മാവിലേക്ക് മുൻകൈയെടുത്തിറങ്ങി വരുന്നു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് തകർന്ന് നശിച്ച് ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ച ഇസ്രായേൽ ജനത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ കടത്തിവിട്ടു. അവർക്ക് അസ്ഥികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവർക്ക് പുതു ചൈതന്യം കൊടുത്തു. അവർക്ക് പുതു ഹൃദയം കൊടുത്തു. അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. ഈ ഒരവസ്ഥയാണ് മനുഷ്യവംശത്തിന് വേണ്ടി മുഴുവനും കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അത് ജ്ഞാനസ്നാനത്തിലൂടെയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു. ആഴം ആഴത്തെ വിളിക്കുന്നു. ആദ്യത്തെ ആഴം ദൈവത്തിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന കൃപയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെയും പീഡാസഹനത്തിലൂടെയും ഉയർപ്പിലൂടെയും ഈശോ സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്കായിട്ട് ആഴമായ ഒരനുഭവം നൽകിയിരിക്കുന്നു. ആ ആഴം നമ്മളിൽ ലഭിക്കുമ്പോഴാണ് ദൈവത്തെ തേടി മാൻപേടയെ പോലെ ദാഹിക്കുന്ന ജലം തേടി നമ്മൾ ഓടും. അതാണ് ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി തുടർന്ന് നമ്മൾ 7-ാം വായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ പഴയ നിയമ വായനകൾ കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള വായനയാണ് അടുത്തത്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ വായനയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം. ഇപ്പോൾ ഇനി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ വായന അത് വിശുദ്ധ നമുക്ക് ഇനി ഈ 6-ാം പാഠകം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അചഞ്ചല ശക്തിയും അക്ഷയ ജ്യോതിയുമായ ദൈവമേ, മുഴുവൻ സഭയുടെയും രഹസ്യം കാരുണ്യപൂർവ്വം തിക്കൻ വാർക്കുകയും
മാനവരക്ഷയുടെ പ്രവർത്തനം നിത്യമായ പദ്ധതിയുടെ ഫലം വഴി പ്രശാന്തമായി നിവർത്തിക്കുകയും ചെയ്യണമേ. ചുരുക്കൻ പാർക്കുകയും മാനവരക്ഷയുടെ പ്രവർത്തനം നിത്യമായ പദ്ധതിയുടെ ഫലം വഴി. കണ്ടോ, നിത്യമായ പദ്ധതി. ഇതൊരു നിത്യമായ പദ്ധതിയാണ്, ഇതൊരു ടെമ്പറൽ പദ്ധതിയല്ല. നിത്യമായ പദ്ധതിയുടെ ഫലം വഴി പ്രശാന്തമായി നിവർത്തിക്കുകയും ചെയ്യണമേ. പതിതരെ ഉദ്ധരിക്കുകയും പഴകിയത് പുതുക്കുകയും ക്രിസ്തുവിലൂടെ തന്നെ സമസ്തവും സമഗ്രതയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് ലോകം മുഴുവനും ഗ്രഹിക്കാനും കാണാനും ഇടയാകട്ടെ. എന്നാൽ അവിടെ നിന്നാണല്ലോ സമസ്തവും ആരംഭിക്കുന്നത്. എന്നെന്നും വാഴുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി. അഥവാ ദൈവമേ, പെസഹാ രഹസ്യം ആഘോഷിക്കാൻ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും താളുകളിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അങ്ങേ കാരുണ്യം ഗ്രഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഇപ്പോഴത്തെ ദാനങ്ങൾ സ്വീകരിക്കുന്നത് വഴി വരാനിരിക്കുന്നവനെ പറ്റിയുള്ള പ്രത്യാശ സുദൃഢമാക്കട്ടെ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. ആമേൻ. പഴയ നിയമത്തിൽ നിന്നുള്ള അവസാന പാഠകവും പ്രതിവചന സങ്കീർത്തനവും പ്രാർത്ഥനയും കഴിഞ്ഞ് അൾത്താരയിലെ തിരികൾ കത്തിക്കുന്നു. കണ്ടോ, തുടർന്ന് പുരോഹിതൻ ഗ്ലോറിയ പാടുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈ ഗ്ലോറിയ പാടുമ്പോൾ ഇനി മരണമണി അല്ല, യഥാർത്ഥമായ മണി അടിക്കുന്നു. ഗാനം ആരംഭിക്കുകയും എല്ലാവരും ഏറ്റുപാടുകയും ചെയ്യുന്നു. തത്സമയം സ്ഥലത്തെ രീതി അനുസരിച്ച് മണികൾ മുഴങ്ങുന്നു. കണ്ടോ, ദുഃഖവ്യാഴാഴ്ച ഗ്ലോറിയ പാടിയതിന് ശേഷം പിന്നെ മണി മുഴങ്ങിയിട്ടില്ല പള്ളിയിൽ. പിന്നെ മരമണിയാണെന്ന്. എന്നാൽ ഇപ്പോൾ ഗ്ലോറിയ പാടുമ്പോൾ പള്ളിയിൽ മണി മുഴങ്ങുന്നു, പള്ളിയിൽ മുഴുവൻ പ്രകാശം വരുന്നു. പ്രസ്തുത ഗാനം അവസാനിക്കുമ്പോൾ പുരോഹിതൻ പതിവ് പോലെ സമാഹരണ പ്രാർത്ഥന ചെല്ലുന്നു. ഇനി വിശുദ്ധ കുർബാനയിലേക്കുള്ള പ്രവേശനമാണ്. ദൈവമേ, ഉയർപ്പ് ഞായറിൻ്റെ മഹത്വം ഈ പരമപരിശുദ്ധ രാത്രിയെ പ്രകാശിപ്പിക്കുന്നുവല്ലോ. ദത്തെടുപ്പിൻ്റെ ചൈതന്യം അങ്ങേ സഭയിൽ ഉദ്ദീപിപ്പിക്കണമേ. അങ്ങനെ ശരീരവും മനസ്സും നവീകരിക്കപ്പെട്ട് അവികലമായ ശുശ്രൂഷ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ, അങ്ങയോട് കൂടെ. അതായത് നമ്മളെല്ലാവരും ദൈവ മക്കളാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം മരണ ഉത്ഥാനത്തിലൂടെ ഉത്ഥിതനായ ക്രിസ്തുവിൽ നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ദത്തെടുത്തവരായി മാറിയിരിക്കുന്നു. ദത്തെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ സഹോദരനായിക്കൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിനുള്ള എല്ലാ അവകാശവും ദൈവഭവനത്തിൽ നൽകിക്കൊണ്ട് യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ നൽകിക്കൊണ്ട് നമ്മളെല്ലാവരും ക്രിസ്തുമാരായിരിക്കുന്നു. അതാണ് ഈ രാത്രിയിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പഴയതെല്ലാം കടന്നുപോയി, അത് കുരിശിൽ തറച്ച് അതിനെ അടക്കി. ഇതാ ആ ശരീരം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പുതിയ വിശുദ്ധീകരിച്ച പരിശുദ്ധമായ മഹത്വമണിയിച്ച ശരീരമായി നാം ഉയർത്തെഴുന്നേൽക്കുന്നു. ദൈവമേ, ഉയർപ്പ് ഞായറിൻ്റെ മഹത്വം ഈ പരമപരിശുദ്ധ രാത്രിയെ പ്രകാശിപ്പിക്കുന്നുവല്ലോ. കണ്ടോ, ദത്തെടുപ്പിൻ്റെ ചൈതന്യം. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനോടൊപ്പം പിതൃഭവനത്തിൽ മക്കളാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് പൂർണ്ണമായിട്ട് വരാം.
നമ്മൾ ആ മെഴുകുതിരിയിൽ നിന്നും നമ്മളെല്ലാവരും മെഴുകുതിരിയിൽ നിന്ന് നമ്മളുടെ കയ്യിലുള്ള മെഴുകുതിരി കൊളുത്തി കണ്ടോ. ഈശോ ആകുന്ന മെഴുകുതിരിയിൽ നിന്നും നമ്മളെല്ലാവരും മാമോദീസായിലൂടെ നമ്മളാകുന്ന ആ പ്രകാശത്തെ പൂർണ്ണമായി സ്വീകരിച്ചു. ഈശോ ആകുന്ന മെഴുകുതിരിയിൽ നിന്നും നമ്മൾ മെഴുകുതിരി കൊളുത്തിക്കൊണ്ട് ആ പ്രകാശത്തെ നാം സ്വീകരിച്ചു. അങ്ങനെ നമ്മൾ മറ്റൊരു മെഴുകുതിരിയായി. കണ്ടോ, ഒരേ പ്രകാശം. സ്നേഹമുള്ളവരെ, അപ്പം ഇതാണ് ജ്ഞാനസ്നാനം. ഇനി തുടർന്ന് ജ്ഞാനസ്നാന കർമ്മത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. അതിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. അതിനു മുമ്പ് പിന്നീട് പാഠങ്ങൾ അപ്പോസ്തലരിൽ നിന്നുള്ള പാഠകം പ്രഘോഷിക്കുന്നു. ലേഖനം വായിച്ചു കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. തത്സമയം പുരോഹിതൻ സാഘോഷം 3 പ്രാവശ്യം പടിപടിയായി ശബ്ദം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ ആരംഭിക്കുന്നു. എല്ലാവരും അത് ഏറ്റുപാടുന്നു. ആവശ്യമെങ്കിൽ സങ്കീർത്തകന് ഹല്ലേലൂയ ആരംഭിക്കാവുന്നതാണ്. തുടർന്ന് സങ്കീർത്തകനോ ഗായകനോ 118-ാം സങ്കീർത്തനം പാടുന്നു. ജനങ്ങൾ ഹല്ലേലൂയ എന്ന് പ്രത്യുത്തരിക്കുന്നു. പുരോഹിതൻ സാധാരണ രീതിയിൽ ധൂപാർപ്പണത്തിൽ കുന്തിരിക്കമിടുകയും ലീഗിനെ ആശീർവദിക്കുകയും സുവിശേഷത്തിന് ശേഷം എത്ര ഹ്രസ്വമാണെങ്കിലും പ്രസംഗം ഉപേക്ഷിക്കരുത്. ഇനി 3-ാം ഭാഗമാണ്. ഈ പെസഹ മഹോത്സവത്തിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ 3-ാം ഭാഗം ജ്ഞാനസ്നാന കർമ്മമാണ്. ജ്ഞാനസ്നാന കർമ്മം അപ്പോൾ ഇവിടെ വായിക്കുന്ന റോമാക്കാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 3 മുതൽ 11 വരെ വചനമാണ് ലേഖന ഭാഗം. നമ്മളത് വായിക്കാൻ പോവുകയാണ്. ലേഖനം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവർക്കും സന്തോഷം, സമാധാനം. ഷീബ, ടെസ്സി, സുമി, നമ്മളിപ്പോൾ ലേഖന ഭാഗത്തിലേക്ക് കിടക്കുന്നു. റോമാക്കാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 3-11. ഞാൻ ധൃതി പിടിച്ചു പോവുകയാണ്, കാരണം ഇത് വേഗം തീർക്കണമല്ലോ. യേശുക്രിസ്തുവിനോട് താങ്ക് യു മിനി. യേശുക്രിസ്തുവിനോട് ലേഖനം 3 മുതൽ 11 വരെ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ഇതാണ് വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നാം ക്രിസ്തുവിനോടൊപ്പം സംസ്കരിക്കപ്പെട്ടത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ നാം എല്ലാം ക്രിസ്തുവിൽ ജനിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലായതുകൊണ്ട് കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോഴും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ്. ആ ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അടക്കപ്പെട്ടു, സംസ്കരിക്കപ്പെട്ടു. ആ സംസ്കരിക്കപ്പെട്ട നമ്മൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉയർപ്പിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ്. ഇപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ്. അതാണ്. ഒന്നുകൂടി വായിക്കാം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ
മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റുന്നത് പോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടത്. മരണത്തിന് സദൃശ്യമായ ഒരു മരണത്താൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്ന് യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. 11 വരെയുള്ളൂ. 11 വരെ. താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ 118 സങ്കീർത്തനമാണ് പാടുന്നത്. 118 സങ്കീർത്തനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നന്ദി പറയുവിൻ. അവിടുത്തെ ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. കർത്താവിന് കൃതജ്ഞത. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കും. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയണ്ട. 3 പ്രഖ്യാപനങ്ങളാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ, അതായത് പുരോഹിത ഭവനം. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. ദുരിതങ്ങളിൽ ആകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അപ്പൊ ഈ സങ്കീർത്തനത്തിലാണ് അവസാന ഭാഗത്ത് പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് എന്ന് സന്തോഷിച്ചുല്ലസിക്കാം. പ്രൈസ് ദ ലോർഡ്. ഇനി തുടർന്ന് സുവിശേഷ വായനയായിരിക്കണം. തുടർന്ന് സുവിശേഷ വായന.
ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗമാണ് സുവിശേഷ വായന. ലൂക്ക 24. ഉയർപ്പിന് പല സുവിശേഷ ഭാഗങ്ങളുണ്ട്. ഇവിടെ ലൂക്ക 24 1 മുതൽ 12 ഇവിടുത്തെ ഇത് ആരാധനക്രമത്തിലെ വായന. അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. അവനിവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുവിൻ. അപ്പോൾ അവരുടെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. മഗ്ദലന മറിയവും യോവന്നായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഈ കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയുള്ളൂ. അവർ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തയ്യെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതി. ഇനി അപ്പോൾ ഇതാണ് സുവിശേഷ വായനകൾക്ക് ശേഷം. ഇനിയാണ് ജ്ഞാനസ്നാന കർമ്മം. അപ്പോൾ ഈ ജ്ഞാനസ്നാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ജ്ഞാനസ്നാന കർമ്മം നടത്തുന്നു. വാത്സല്യ സഹോദരരെ, നമ്മുടെ പ്രാർത്ഥനകൾ വഴി നമ്മുടെ സഹോദരരുടെ ധന്യമായ പ്രത്യാശയെ നമുക്ക് ഏക മനസ്സരായി സഹായിക്കാം. സർവശക്തനായ പിതാവ് നവജന്മത്തിൻ്റെ നീർത്തൊട്ടിയിലേക്ക് ചരിക്കുന്ന ഇവരെ അങ്ങേ കാരുണ്യത്തിൻ്റെ സകല സഹായത്താലും അനുഗ്രഹിക്കട്ടെ. ജ്ഞാനസ്നാനാർത്ഥികൾ ഇല്ലെങ്കിലും ജ്ഞാനസ്നാനത്തൊട്ടി ആശീർവദിക്കുന്നുണ്ടെങ്കിൽ, വത്സല സഹോദരരെ, സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ കൃപ ഈ നീർത്തൊട്ടിയുടെ മേൽ ചൊരിയണമെന്ന് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്ന് നവജന്മം പ്രാപിക്കുന്നവർ ക്രിസ്തുവിൽ ദത്തുപുത്രരുടെ ഗണത്തിൽ എണ്ണപ്പെടട്ടെ. ഇനി സകല വിശുദ്ധന്മാരുടെയും ലുത്തിനിയെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ജ്ഞാനസ്നാനാർത്ഥികളെ നീർത്തൊട്ടി ആശീർവാദം, ഇല്ലെങ്കിൽ സകല വിശുദ്ധരുള്ള പ്രാർത്ഥന. അതിനുശേഷം അപ്പോൾ ഈ സകല വിശുദ്ധരുടെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നില്ല സമയമില്ലാത്തതിൻ്റെ പേരിൽ. ജ്ഞാനസ്നാനാർത്ഥികൾ ഉള്ള പക്ഷം പുരോഹിതൻ കൈകൾ വിരിച്ചുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ അങ്ങ് സന്നിഹിതരായിരിക്കുവാനും ജ്ഞാനസ്നാനത്തൊട്ടി വഴി അങ്ങേ കൃപയാൽ ജന്മം പ്രാപിച്ചവർ പുതിയ ജനതയായി സൃഷ്ടിക്കപ്പെടാൻ ദത്തെടുപ്പിൻ്റെ ചൈതന്യം അയക്കുകയും ചെയ്യണമേ. അങ്ങനെ കൂദാശകൾ വഴി ഞങ്ങൾ താഴ്മയോടെ ചെയ്യുന്നത് അങ്ങേ ശക്തിയുടെ ഫലമായി പൂർത്തീകരിക്കട്ടെ, ഞങ്ങളുടെ കർത്താവായ യേശു വഴി. ഇനി ജ്ഞാനസ്നാന ജലാശീർവാദം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ. നമുക്കത് മനസ്സിലാക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ സുവിശേഷ വായന കഴിഞ്ഞിട്ടുള്ള പ്രസംഗം ഞാനൊന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ പള്ളിയിൽ കേൾക്കുമല്ലോ.
തുടർന്ന് കൈകൾ വിരിച്ച് പുരോഹിതൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ജ്ഞാനസ്നാന ജലം ആശീർവദിക്കുന്നു. ദൈവമേ, അദൃശ്യ ശക്തിയാൽ കൂദാശകളുടെ അടയാളങ്ങളിലൂടെ വിസ്മരണീയമായ ഫലമുളവാക്കുകയും ജ്ഞാനസ്നാനത്തിൻ്റെ കൃപ വെളിപ്പെടുത്തി അങ്ങേ സൃഷ്ടിയായ ജലത്തെ ബഹുവിധത്തിൽ സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ. ദൈവമേ, ലോകാരംഭം മുതലേ അങ്ങേ ആത്മാവ് ജലത്തിന് മീതെ വ്യാപരിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധീകരണ ശക്തി ജലത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിക്ഷിപ്തമാക്കിയല്ലോ. കണ്ടോ, ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ജലപ്രളയത്താൽ അങ്ങ് നവജന്മത്തിൻ്റെ ആദിരൂപം കാട്ടിത്തന്നു. അങ്ങനെ ജലത്തിൻ്റെ തന്നെ രഹസ്യം വഴി പാപത്തിന് അന്തവും പുണ്യത്തിന് ആരംഭവും കുറിച്ചു. അങ്ങനെ ദൈവമേ, ജലപ്രളയത്താൽ അങ്ങ് നവജന്മത്തിൻ്റെ ആദിരൂപം കാട്ടിത്തന്നു. അങ്ങനെ ജലത്തിൻ്റെ തന്നെ രഹസ്യം വഴി പാപത്തിന് അന്തവും പുണ്യത്തിന് ആരംഭവും കുറിച്ചു. ദൈവമേ, അബ്രാഹത്തിൻ്റെ സന്തതികളെ ചെങ്കടലിലൂടെ കടലിൽ കാല് നനയാതെ മറുകര കടക്കാൻ അങ്ങ് ഇടയാക്കി. അങ്ങനെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും വിമുക്തരായ ജനത്തെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ജനത്തിൻ്റെ പ്രതിരൂപമാക്കി. ദൈവമേ, അങ്ങേ പുത്രൻ യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റു. പരിശുദ്ധാത്മാവാൽ അഭിഷിക്തനായി അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കവേ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് രക്തത്തോടൊപ്പം ജലവും ഒഴുകാൻ അങ്ങ് തിരുവുള്ളമായി. അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ പോയി സർവ്വജനങ്ങളെയും പഠിപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. അങ്ങേ സഭയുടെ മുഖം കടാക്ഷിക്കുകയും അവർക്ക് ജ്ഞാനസ്നാന നീരുറവ ദയാപൂർവം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. അങ്ങ് ഏകജാതൻ്റെ കൃപ പരിശുദ്ധാത്മാവ് വഴി ഈ ജലം സ്വീകരിക്കട്ടെ. അങ്ങനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ജ്ഞാനസ്നാന കൂദാശ വഴി പഴയ സകല മാലിന്യങ്ങളിൽ നിന്നും കഴുകപ്പെടുകയും ചെയ്ത മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഒരു നവശിശുവായി രൂപാന്തരം പ്രാപിക്കാനുള്ള അർഹത നേടുമാറാകട്ടെ. പുരോഹിതൻ പെസഹാത്തിരി സന്ദർഭോചിതം ഒരിക്കൽ അഥവാ 3 തവണ വെള്ളത്തിൽ അല്പം താഴ്ത്തിക്കൊണ്ട് ചെല്ലുന്നുണ്ടോ. ഈ പെസഹാത്തിരി 3 പ്രാവശ്യം ജലത്തിൽ ഇങ്ങനെ മുക്കിപ്പോക്കുന്നു. കർത്താവേ, അങ്ങേ പുത്രൻ വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ നീർത്തൊട്ടിയുടെ നിറവിലേക്ക് ഇറങ്ങുമാറാകട്ടെ. പെസഹാത്തിരി വെള്ളത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് പുരോഹിതൻ തുടരുന്നു. അങ്ങനെ ക്രിസ്തു ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടത്തോടൊന്നിച്ച് ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യുമാറാകട്ടെ. അനന്തരം വെള്ളത്തിൽ നിന്ന് തിരിയെടുത്ത് മാറ്റുന്നു, പൊക്കുന്നു. തത്സമം ജനങ്ങൾ പ്രഘോഷിക്കുന്നു, നീരുറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, എന്നുമെന്നും അവിടുത്തെ പാർത്തി സ്തുതിക്കുവിൻ. അപ്പോൾ അങ്ങനെ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ജലത്തിൽ മുങ്ങി മുങ്ങുന്നത് ഈശോയുടെ പീഡാസഹനത്തിൽ മുങ്ങുന്നതിന് തുല്യമാണ്. അവിടെ നിന്ന് പൊങ്ങുന്നു, അങ്ങനെ ഉയർപ്പിന് തുല്യമാണ്. അങ്ങനെ ജ്ഞാനസ്നാന ജല ആശീർവാദം കഴിഞ്ഞു. ഇനി ജ്ഞാനസ്നാനാർത്ഥികൾ ഇല്ലെങ്കിലും നീർത്തൊട്ടിയുടെ ആശീർവാദം ഇല്ലെങ്കിലും പുരോഹിതൻ വിശ്വാസികളെ ജല ആശീർവാദ കർമ്മത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പറയുന്നു, വത്സല സഹോദരരെ, നാം ഒരിക്കൽ സ്വീകരിച്ച ജ്ഞാനസ്നാന ജലാശീർവാദം, ഇനി മറ്റേ ജലാശീർവാദം. വത്സല സഹോദരരെ, നാം ഒരിക്കൽ സ്വീകരിച്ച ജ്ഞാനസ്നാനം അനുസ്മരിപ്പിക്കാനായി നമ്മുടെ മേൽ തെളിക്കാൻ പോകുന്ന അവിടുത്തെ സൃഷ്ടിയായ ജലത്തെ ആശീർവദിക്കുന്നതിന്
നമ്മുടെ കർത്താവായ ദൈവത്തോട് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. അവിടുന്ന് കാരുണ്യപൂർവ്വം നമ്മെ നവീകരിക്കുമാറാകട്ടെ. അങ്ങനെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തരായി നാം നിലനിൽക്കട്ടെ. അല്പനേരം നിശബ്ദരായി പ്രാർത്ഥിച്ച ശേഷം പുരോഹിതർ കൈകൾ വിരിച്ചുകൊണ്ട് ചെല്ലുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിപാവനമായി രാത്രിയിൽ ജാഗരമനുഷ്ഠിക്കുന്ന അങ്ങേ ജനത്തോടു കൂടിയായിരിക്കണമേ. വിസ്മരണീയമായ സൃഷ്ടികർമ്മവും അതിലേറെ വിസ്മരണീയമായ ഞങ്ങളുടെ പരിത്രാണവും അനുസ്മരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഈ ജലം ആശീർവദിക്കാൻ തിരുവുള്ളമാകണമേ. എന്തെന്നാൽ ഭൂമി ഫലഭൂയിഷ്ഠമാക്കാനും ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും ശുദ്ധിയും നൽകാനും അങ്ങ് ജലം സൃഷ്ടിച്ചുവല്ലോ. അങ്ങേ കാരുണ്യത്തിൻ്റെ ഉപകരണമായി അങ്ങ് ജലം സ്ഥാപിച്ചു. എന്തെന്നാൽ അങ്ങേ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിതരാക്കുകയും മരുഭൂമിയിൽ അവരുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. അതുവഴി മാനവ വംശവുമായി അങ്ങ് ചെയ്യാനിരുന്ന പുതിയ ഉടമ്പടി പ്രവാചകന്മാർ വിളംബരം ചെയ്തു. അവസാനം യോർദാനിൽ അതുവഴി മാനവ വംശത്തിനായി അങ്ങ് ചെയ്യാനിരുന്ന പുതിയ ഉടമ്പടി പ്രവാചകന്മാർ വിളംബരം ചെയ്തു. അവസാനം യോർദാനിൽ ക്രിസ്തു പവിത്രീകരിച്ച ഉടമ്പടി ഞങ്ങളുടെ മലിന പ്രകൃതി നവജനത്തിന്റെ സ്ഥാനത്തിൽ അങ്ങ് ശുദ്ധീകരിച്ചു. ആകയാൽ ഈ ജലം ഞങ്ങൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിന്റെ സ്മാരകമായി ഭാവിക്കും പെസഹായിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഞങ്ങളുടെ സഹോദരങ്ങളോടൊത്ത് സന്തോഷം പങ്കുവയ്ക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെയാണ് ഹോളി വാട്ടറിൻ്റെ ബ്ലെസ്സിങ്. ഇനി ജ്ഞാനസ്നാനം നവീകരണ ശുശ്രൂഷയാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരുടെയും ജ്ഞാനസ്നാന നവീകരണം. വത്സല സഹോദരരെ, ക്രിസ്തുവിനോടൊന്നിച്ച് പുതുജീവിതത്തിൽ ചരിക്കുന്നതിന് പെസഹാ രഹസ്യം വഴി ജ്ഞാനസ്നാനത്തിൽ അവിടത്തോടൊന്നിച്ച് നാം അടക്കപ്പെട്ടു. തപസാചരണം സമാപിച്ചതിനാൽ പവിത്രമായ ജ്ഞാനസ്നാനത്തിൻ്റെ വ്രതങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ജ്ഞാനസ്നാനം വഴിയാണല്ലോ ഒരിക്കൽ നാം പിശാചിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും പാടെ ഉപേക്ഷിച്ചതും കത്തോലിക്ക തിരുസഭയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വാഗ്ദാനം ചെയ്തതും. ആകയാൽ നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. അവൻ്റെ സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കാൻ പാപം ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ പാപഹേതുക്കൾ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. പാപത്തിൻ്റെ കാരണഭൂതനും കുലപ്രതിയുമായ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും ഉയർപ്പിലും നിത്യജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പുരോഹിതൻ ഉപസംഹരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് പുതുജന്മം അരുളിയവനും നമുക്ക് പാപമോചനം നൽകിയവനും സർവശക്തനുമായ ദൈവം തൻ്റെ കൃപാവരത്താൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മെ കാത്തുപാലിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. പുരോഹിതൻ ജനങ്ങളുടെ മേൽ തീർത്ഥം തെളിക്കുന്നു. തത്സമയം എല്ലാവരും ദേവാലയത്തിൻ്റെ വലതുഭാഗത്ത് നിന്ന് ഗാനം ആലപിക്കുന്നു. ദേവാലയത്തിൻ്റെ വലതുഭാഗത്തു നിന്ന് നിർഗമിക്കുന്ന ജലപ്രവാഹം ഞാൻ കണ്ടു.
ഹല്ലേലൂയ. ഈ ജലധാര ആരെയെല്ലാം സ്പർശിച്ചുവോ അവരെല്ലാം രക്ഷ പ്രാപിച്ചു. എന്നിട്ട് അവർ ഉദ്ഘോഷിച്ചു, ഹല്ലേലൂയ, കണ്ടു ഞാൻ മോദമാർന്നു. ഓക്കെ, ഇനി 4-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് വിശുദ്ധ കുർബാനയുടെ സ്തോത്രയാഗ കർമ്മമാണ്. അതിലെ പ്രത്യേക പ്രാർത്ഥന ഇതാണ്, നൈവേദ്യ പ്രാർത്ഥന. കർത്താവേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അങ്ങനെ പെസഹാ രഹസ്യം വഴി അങ്ങ് സംരംഭിച്ചത് അങ്ങ് ശക്തിയാൽ ഞങ്ങൾക്ക് നിത്യൌഷധമായി തീരുമാറാകണമേ. ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. പെസഹാ കാലത്തെ 1-ാം ആമുഖ ഗീതിയാണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്. 500-ാമത്തെ പേജ്. അത് ഇപ്രകാരമാണ്. 1-ാം ആമുഖ ഗീതി. കർത്താവ് നിങ്ങളോട് കൂടെ. ഈ ആമുഖ ഗീതികളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക. അത് ഈ ഭാഗം കഴിയുമ്പോൾ, കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഇനിയാണ്, കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ, കണ്ടോ, അതാണ് വളരെ പ്രധാനം. ഈ രാത്രിയിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും, യഥാകാലം ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടെ നിന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശക്തിയന്മാരും മാലാഖാവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നുചേർന്ന് ആലപിക്കുന്നു. കണ്ടോ, അപ്പൊ ഈ ആമുഖ ഗീതത്തിൽ ഓരോ ദിവസങ്ങളിലും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ 1-ാം ആമുഖ ഗീതം ഇതാണ്. ഇനി നാളെ പെസഹാ കാലത്തെ 2-ാം ആമുഖ ഗീതത്തിൽ ഇതാണ്. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണമില്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ഇനി മറ്റൊരു ആമുഖഗീതം, 3-ാം ആമുഖഗീതം ഇതാണ്. അവിടുന്ന് തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായ മധ്യസ്ഥത്താൽ ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബലി അർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല. കണ്ടോ, അവിടുന്ന് ബലി അർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല. വധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എന്നും ജീവിക്കുന്നു. 4-ാം ആമുഖഗീതം. എന്തെന്നാൽ പുരാതനമായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവന്റെ സമഗ്ര സമൃദ്ധി സമുദ്ധരിക്കപ്പെടുകയും ചെയ്തു. 5-ാം ആമുഖഗീതം. അവിടുത്തെ ശരീരത്തിൻ്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിൻ്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ. ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇനി സ്വർഗാരോഹണം
ഒന്നാം ആമുഖ ഗീതം. ഓക്കെ, അപ്പോൾ ഇനി ആ സ്വതയാഗ പ്രാർത്ഥനയുടെ ബാക്കിയുള്ള പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആഘോഷപൂർവമായ ആശീർവാദം, ദിവ്യഭോജന പ്രണിതം, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആത്മാർത്ഥതയോടെയും സത്യത്തിൻ്റെ പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ ചൈതന്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങേ പെസഹ രഹസ്യങ്ങളാൽ പരിപോഷിതരായവർ അങ്ങേ കാരുണ്യത്താൽ ഏകമനസ്സിലാക്കണമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. തുടർന്ന് ആഘോഷപൂർവമായ ആശീർവാദം. സർവശക്തനായ ദൈവം ഈ പെസഹ മഹോത്സവ ദിനത്തിൽ അവിടുത്തെ കാരുണ്യത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിൻ്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ്റെ ഏകസുതന്റെ ഉത്ഥാനത്താൽ നിത്യജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം അമർത്യതയുടെ സമ്മാനങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ പീഡാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹ മഹോത്സവത്തിൻ്റെ സന്തോഷം ആഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യാനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദഭരിതരായി എത്തിച്ചേരുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഉടനെ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ദേവാലയത്തിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഞാനും ഇന്ന് രാത്രിയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അതിനാൽ ഉടനെ തന്നെ ഇംഗ്ലീഷ് പ്രോഗ്രാമിലേക്ക് കടക്കുന്നു. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ വലിയ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ.